Good afternoon, all. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? ഓക്കെ, നെക്സ്റ്റ് എടുക്കാട്ടെ നമുക്ക്. ഇന്നെന്താണ് ആരും ഇല്ലല്ലോ, 12 പേരുകളല്ലോ. നമ്മൾ JCI വരെയല്ലേ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തത് മിസ്? അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നാബ്. നെക്സ്റ്റ് നാബ് ആണ്. നാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, നാഷണൽ അക്രഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ അല്ലെ. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം, അക്രഡിയേഷൻ കൊടുക്കുന്നതാണ് നാബ്. അതൊരു ഓട്ടോണോമസ് ബോഡിയാണ്, അതായത് സ്വയംഭരണ സ്ഥാപനമാണ് നാബ് കേട്ടോ. എന്താണ്, ഹോസ്പിറ്റലുകൾക്ക് അവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് നാബിനുള്ളത്. ഫസ്റ്റ്, the NAB NABH. NAB standards are modernized every 4 years, and now the hospital puts into effect 5th edition standards. നാബില് അക്രഡിയേഷൻ പുതുക്കേണ്ടത്, അംഗീകാരം പുതുക്കേണ്ടത്, നമ്മൾ ലൈസൻസ് ഒക്കെ പുതുക്കാറില്ലേ, ഇത്ര വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കണം അല്ലെ, അങ്ങനെയില്ലേ? ഉണ്ടോ? ഉണ്ട്. അതേപോലെ നാബിന്റെ അക്രഡിയേഷൻ, അംഗീകാരം പുതുക്കേണ്ടത് 4 വർഷം കൂടുമ്പോഴാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഹോസ്പിറ്റലുകള് അവരെ അക്രഡിയേഷൻ പുതുക്കുന്നത്. Now the hospital, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നിലവിലുള്ള അക്രഡിയേഷൻ എന്ന് പറഞ്ഞാലാണ് 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. നാബിന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലുകള് വർക്ക് ചെയ്യുന്നത്. അതെന്താണ് പറഞ്ഞത്? ഏപ്രിൽ 2020. അപ്പൊ ഏപ്രിൽ 2020 തുടങ്ങി ഈ വർഷം അല്ലെ. ഇനി എന്താണ്, ഇനി 2025 നെക്സ്റ്റ് അക്രഡിയേഷൻ തുടങ്ങുന്നത്. NAB standards focus on patient safety and quality of delivery of services by the hospital in a changing healthcare environment. എല്ലാ ഹെൽത്ത് കെയർസിലും അവിടുത്തെ എൻവിയോൺമെന്റ്, പരിസ്ഥിതി, ഒരു ആരോഗ്യ പരിസ്ഥിതി ഒരേപോലെയാണോ? സ്മോൾ സൈസ് നമുക്കറിയാം അല്ലെ, നമ്മ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ അല്ലെ, സ്മോൾ സൈസ്, മിഡ് സൈസ്, അങ്ങനെയൊക്കെ പഠിച്ചില്ലേ. അപ്പൊ എന്താണ്, ഓരോ ഹോസ്പിറ്റലിലെ എന്താണ് ഫെസിലിറ്റീസ് അല്ലെ, സർവീസുകൾ വ്യത്യാസമായിരിക്കും. അപ്പൊ അവിടുത്തെ സർവീസുകൾ അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലിലെയും ആരോഗ്യ പരിസ്ഥിതിയായിട്ട് അവിടുത്തെ സർവീസുകൾ അനുസരിച്ച് അവർ ക്വാളിറ്റി, ഗുണനിലവാരം നൽകുന്നുണ്ടോ, സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ടോ, പേഷ്യൻസിന് ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്, കേന്ദ്രീകരിച്ചാണ് നാബ് അംഗീകാരം നൽകുന്നത്, സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? നാബ് എന്ന് പറയുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നാബ് അതിന്റെ അക്രഡിയേഷൻ, അതിന്റെ സ്റ്റാൻഡേർഡ് പുതുക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ നിലവിലുള്ളത് നാബിന്റെ 5th എഡിഷൻ ആണ്. ഹോസ്പിറ്റലുകളിൽ നാബ് ഹോസ്പിറ്റലുകൾക്ക് സ്റ്റാൻഡേർഡ് അംഗീകാരം കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ പരിസ്ഥിതി, എൻവിയോൺമെന്റിനനുസരിച്ച് പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ടോ, സുരക്ഷിതം ഉറപ്പാക്കുന്നുണ്ടോ, പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ടോ എന്നതിനെ കേന്ദ്രീകരിച്ചാണ് നാബ് സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ്
NABH is governed by an autonomous body. NABH എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണോമസ് സ്വയംഭരണ സ്ഥാപനമാണ്. അതിന് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാം അല്ലെ? ഇല്ലേ? സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവര് ഇതെങ്ങനെയാണ് അവരെങ്ങനെ തീരുമാനിക്കുന്നത്? അതല്ല ഗവൺമെന്റിൽ നിന്ന് വല്ല ഇത് വരണോ, ഓർഡർ വരണോ? സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ട അല്ലെ? അവർക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് തന്നെ പറ്റും. അപ്പൊ നാബ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നോൺ ആസ് QCI. ഇതാരാണ് സ്ഥാപിച്ചത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCI നിർമ്മിച്ചതാണ് നാബ്. എന്ന് വെച്ചാല് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് QCI, ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യ. ക്വാളിറ്റികള് എത്രത്തോളം ഉണ്ട്, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് QCI. QCIയുടെ അണ്ടറിലുള്ളതാണ് നാബ്. ക്ലിയർ ആയോ? സെൻട്രൽ ഗവൺമെന്റ് അണ്ടറില് QCI, QCIയുടെ അണ്ടറില് നാബ്. Next, NAB mainly divides hospital into two main divisions. NAB പ്രധാനമായും ഹോസ്പിറ്റലുകളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്, വിഭജിക്കുന്നുണ്ട്. SHCO എന്ന് വെച്ചാൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ കുറവാണെങ്കിൽ അതിനെ NAB എന്ത് പറയുന്നു? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അതിനെ HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. Next, NAB standards for hospitals is generated by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration areas. നമ്മ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലില് പഠിച്ചു. അതേപോലെ ഫാർമസിയിലെ കാര്യങ്ങൾ അല്ലെ, ഡ്രഗുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ആരുണ്ട്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഉള്ള പ്രവർത്തനങ്ങളാണോ, നാബിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് നാബ് ഹോസ്പിറ്റലുകളിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് പെടുന്നത്? എസ്റ്റീംഡ് പേഴ്സൺസ് ഫ്രം ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ക്ലിനിക്കല്ല, നഴ്സിംഗ് സെക്ഷനില ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനില പ്രധാനപ്പെട്ട വ്യക്തികൾ, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികൾ, അതായത് നല്ല ഹെഡ് ആയിരിക്കുന്ന ആളുകളെ ആയിരിക്കും ഇതില് ഈ കമ്മിറ്റിയിലെ നാബ് നിർമ്മിക്കുന്നത്. ബൈ ദി ടെക്നിക്കൽ കമ്മിറ്റി. ക്ലിയർ ആയോ? എനിക്ക് ഇതിലുള്ളത് തന്നെ ഇങ്ങനെ പറഞ്ഞാലേ ഒരു പിടുത്തം കിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയണം. നമ്മ പറഞ്ഞില്ലേ എന്താണ്, ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കുന്നില്ലേ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ, ഗ്രീവൻസ് റിഡ്രസലുമായി ബന്ധപ്പെട്ടുണ്ട്, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അതേപോലെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഉള്ള പ്രവർത്തനങ്ങളാണോ നൽകുന്നത്, ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നാബ് ഒരു കമ്മിറ്റി ഹോസ്പിറ്റലുകളിലെ ഈ അക്രിഡിയേഷൻ കൊടുക്കുന്ന, നാബ് അംഗീകാരം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളിലെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? എസ്റ്റീംഡ് പേഴ്സൺസ്, അതായത് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഇതിൽ നിന്നുള്ള ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിലുള്ള പ്രമുഖരായ വ്യക്തികളെ ആയിരിക്കും നാബ് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ ബിൻഷ? ഓക്കെ, ബാക്കി എല്ലാവർക്കും okay. Next, the accreditation
Accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. ഈ അക്രഡിറ്റേഷൻ നൽകുന്നതിനുള്ള സ്റ്റാൻഡേർഡ് കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എന്തിനൊക്കെ ആയിരിക്കും? ഗവൺമെന്റ് കാലാകാലങ്ങളിലായി നിലനിർത്തുന്ന ലോസിന്, നിയമങ്ങള്, റെഗുലേഷന്, നിയന്ത്രണങ്ങള്, പിന്നെന്താണ് ഗൈഡ് ലൈൻ, മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാബ് ഈ അക്രഡിറ്റേഷനുള്ള സ്റ്റാൻഡേർഡ് പരിഗണിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഈ ലോ ബുക്ക് ഉണ്ട് അല്ലെ, അപ്പൊ അവിടെ എങ്ങനെയാണ് നമുക്ക് വേണ്ട എന്താണ് കോടതിയിലെ നിയമം വിധിക്കുന്നത്, എങ്ങനെയാണ് നിയമങ്ങൾ നടപ്പാക്കുന്നത്? ആ ലോ ബുക്കിനെ അടിസ്ഥാനമാക്കിയല്ലേ ലോ നോക്കിങ്ങാണ്ട് അല്ലെ ഇന്ന കേസിന് എന്ത് നിയമം കൊടുക്കാം, ആ സെക്ഷനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അല്ലെ. അതേപോലെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് പരിഗണിക്കുന്നത്? അവർ എന്തെപ്പോൾ നോക്കിയാണ് അവർ സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് ഗൈഡ് ബുക്കിനെ, ആ ഗൈഡ് ബുക്കിൽ എന്താണ് അവർ കൺസിഡർ ചെയ്യുന്നത്? ഗവൺമെന്റ് കാലാകാലങ്ങളായി നിലനിർത്തുന്ന നിയമങ്ങള്, ലോസിന് അല്ലെ. തെറ്റുകൾ കണ്ടാൽ എന്താണ് ശിക്ഷിക്കുക അല്ലെ, നിയമങ്ങള്, നിയന്ത്രണങ്ങള്, പിന്നെ എന്താണ് ഗൈഡ് ലൈന്, എന്താണ് മാർഗനിർദ്ദേശങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ലാബ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് പരിഗണിക്കുന്നത്. ക്ലിയർ ആയോ? Okay. Next, mainly NAB guidebook or standard has 10 chapters with 100 standards and 651 objectives elements. NABിന് അവരുടെ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഗൈഡ് ബുക്കിൽ 10 ചാപ്റ്റർ ഉണ്ട്, പിന്നെ 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെയാണ് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെ. ഇതില് സ്റ്റാൻഡേർഡ് refers to a set of objectives for the performance. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ പെർഫോമൻസിന്റെ ഉദ്ദേശങ്ങളാണ്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശങ്ങളെയാണ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്? എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലേ, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉണ്ട്. അവർക്ക് എന്താണ് ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് അല്ലെ, കെയർ കൊടുക്കുക അല്ലെ, അതല്ലേ ഹോസ്പിറ്റലിന്റെ ഉദ്ദേശം. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സേഫ്റ്റി അതല്ലെങ്കിൽ അവർക്ക് എന്താണ് ക്വാളിറ്റി കെയർ നൽകുക, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്താണ് മാനദണ്ഡങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന് എന്താണ് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റി നൽകാൻ വേണ്ടി ഓരോ ഹോസ്പിറ്റലുകളും ഫോളോ ചെയ്യുന്ന മാനദണ്ഡങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓരോ ഹോസ്പിറ്റലുകളും എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റി, അവർക്ക് നല്ല എന്താണ് ക്വാളിറ്റി ഉള്ള കെയർ നൽകുക. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങള്, പെർഫോമൻസ്. ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്താണ്? പ്രകടനങ്ങൾ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? സേഫ്റ്റി, ട്രീറ്റ്മെന്റ് അല്ലേ. അങ്ങനെയുള്ള സേഫ്റ്റി, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, അത് അവർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളതായി കൊടുക്കുന്നതിന് ആ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതിനുള്ള മാനദണ്ഡങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും
അഞ്ജുനും ഒക്കെയാണ്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, elements comes under each standards and are used to observe. Elements എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. and are used to observe. സ്റ്റാൻഡേർഡ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എലമെന്റ്സ്. സ്റ്റാൻഡേർഡ്സ്, അവിടുത്തെ സ്റ്റാൻഡേർഡുകൾ അല്ലെ. ഇപ്പൊ പറഞ്ഞു അവിടുത്തെ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ. പേഷ്യൻസിന്റെ സേഫ്റ്റി, അവിടുത്തെ ക്വാളിറ്റി കെയർ അല്ലെ, അത് നടത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്റ്റാൻഡേർഡ്സ് അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്സ് എന്താണ്, നിങ്ങൾക്ക് എലമെന്റ്സ് എന്താണെന്നൊക്കെ താഴെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ്, observe the performance. Observe the performance. Next, out of 651 objective elements, 651 objective elements ഉണ്ട്. അതില് 102 are in core category which are necessary judged during each assessment. 459 are in commitment category which will be judged during final assessment. 60 are in achievement category which will be estimated during surveillance assessment, and 30 are in excellence category which will be assessed during pre-accreditation. Means പറഞ്ഞുതരാം. ആകെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. അതില് 102 കോർ കാറ്റഗറി ആണ് ഉള്ളത്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഓരോ അസസ്മെന്റിന്റെ സമയത്ത്, ഓരോ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്തും നിർബന്ധമായും വിലയിരുത്തേണ്ട നമ്പേഴ്സ് നോക്കി വെക്കാം കേട്ടാ. നമ്പേഴ്സ് പഠിക്കാൻ വല്ല പാടില്ലല്ലോ. 60, 30, 102, 459. അപ്പൊ എന്താണ് 102 കോർ കാറ്റഗറി ആണുള്ളത്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ തന്നെ പഠിക്കാം. എന്താണ്? ഓരോ മൂല്യനിർണ്ണയ സമയത്തും നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിൽ പറഞ്ഞില്ലേ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ. അതിലെന്താണ് പറഞ്ഞത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, ഓൺഗോയിങ് പ്രോസസ് ആണ്. ആണോ? ഓർമ്മയില്ല? അത് തുടർച്ചയായി അല്ലെ, ഫ്രീക്വന്റ്ലി ആയി അസസ് ചെയ്യുന്ന പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ ആ അസസ്മെന്റ് നടത്തുന്ന സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ്ലി ആയിട്ട് അസസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാം, മിഡ് ടേം എക്സാം വരുന്നു അല്ലെ, മോഡൽ എക്സാം. അതേകൂട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ എന്തെങ്കിലും പെടുത്താം നമുക്ക്. അപ്പൊ അതില് നിങ്ങൾ ഇങ്ങനെ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് അതൊക്കെ എന്തെങ്കിലും പെടുത്താം. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ പെടുത്തിക്കൂടെ? അതൊരു ഫൈനൽ അസസ്മെന്റ് ആണോ? അത് ഈ നടത്തുന്ന മോക്ക് ടെസ്റ്റുകള്, മോഡൽ എക്സാമുകള് ഫൈനൽ അസസ്മെന്റ് ആണോ? അല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, നമ്മൾ ഓരോ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്തും നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, 60 are achievement category. 451 are കമ്മിറ്റ്മെന്റ് കാറ്റഗറി. എന്ന് വെച്ചാല് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാല് അന്തിമ മൂല്യനിർണ്ണയ സമയത്ത്, ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ്, എലമെന്റ്സിനെയാണ്
കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫൈനൽ അസസ്മെന്റ് അല്ലെ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നടത്തുന്ന അസസ്മെന്റിനെയാണ് ഫൈനൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ആ അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് 459 മിസ് പറഞ്ഞത് ഇതായിപ്പോയതാ. സമയത്ത് നമ്മ നിർണയിക്കേണ്ട വിലയിരുത്തേണ്ട എലമെന്റ്സിനെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 60 ആർ അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാല് നമ്മ ഒബ്സർവേഷൻ നടത്തില്ലേ, അത് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് അല്ലെ. അങ്ങനെ അസസ്മെന്റ് നടത്തില്ലേ, ഒബ്സർവേഷൻ, സർവീലൻസ്. നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട എലമെന്റ്സിനെയാണ് അച്ചീവ്മെന്റ്. അവർക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ, സ്വായത്തമാക്കാൻ അല്ലെ, അവർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ അവർക്ക് അച്ചീവ് നേടാൻ സാധിച്ചിട്ടുണ്ട്. നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് 30 ആർ എക്സലൻസ് കാറ്റഗറി. 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞെന്താണ്, നാബിന്റെ അക്രഡിറ്റേഷൻ എത്ര വർഷം കൂടുമ്പോഴാണ് പുതുക്കുന്നത്? 4 വർഷം അല്ലെ, 4 അല്ലെ, 4 വർഷം. അങ്ങനെ ഈ 4 വർഷം റീ അക്രഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ വിലയിരുത്തുന്ന എലമെന്റ്സിനെയാണ് എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. ക്ലിയർ ആയോ? എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാല് ഈ അക്രഡിറ്റേഷൻ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ അത് വീണ്ടും പുതുക്കണം അല്ലെ, നാബിന്റെ അക്രഡിറ്റേഷൻ പുതുക്കണം. അപ്പൊ ആ സമയത്ത് വിലയിരുത്തുന്ന എലമെന്റ്സിനെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. എവരി 4 ഇയർ 4 വർഷം കഴിയുമ്പോ അല്ലെ, ഓരോ 4. അപ്പൊ നമ്മ ആ റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തുന്ന എലമെന്റ്സിനെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തേണ്ടത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാല് അന്തിമ മൂല്യം, ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് വിലയിരുത്തേണ്ട എലമെന്റ്സ്. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ചെയ്യും അല്ലെ, അവര് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെ, എത്രത്തോളം നേടിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മ നോക്കുന്ന എലമെന്റ്സ്. നെക്സ്റ്റ് എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ റീ അക്രഡിറ്റേഷൻ. എന്താണ്? അംഗീകാരം അല്ലെ, അക്രഡിറ്റേഷൻ ചെയ്യുമ്പോ ആ സമയത്ത് വിലയിരുത്തേണ്ട എലമെന്റ്സിനെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ ആയോ അത് എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് നാബ് സ്റ്റാൻഡേർഡ്. നമ്മൾ പറഞ്ഞു 100 സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നാബിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്. 10 ചാപ്റ്റേഴ്സ്, 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അതിൽ 100 സ്റ്റാൻഡേർഡില് 10 സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് കേട്ടോ. എന്താണ് നാബിന്റെ സ്റ്റാൻഡേർഡില് പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിൽ രണ്ടിലും 5 വെച്ചാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിയേ, പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണ്? പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എന്താണ്? അസസ് ചെയ്യുക അല്ലെ, അതിനുശേഷം അസസ്മെന്റ് ചെയ്യുക, എന്താണ്? വിലയിരുത്തുക. ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എന്താണ് കണ്ടിന്യൂറ്റി? അവർക്ക് പരിചരണത്തിൽ കണ്ടിന്യൂറ്റി നൽകുക. ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് മുതൽ അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവർക്ക് കൊടുക്കേണ്ട എന്താണ്? കെയർ ആണോ? അതിനെയാണ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? AAC
നെക്സ്റ്റ് കെയർ ഓഫ് പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ, നല്ല സേഫ്റ്റി ഉള്ള കെയർ നൽകുക, പരിചരണം നൽകുക. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നല്ല കാര്യക്ഷമതയുള്ള ക്വാളിറ്റി ഉള്ള അല്ലെ, കറക്റ്റ് മെഡിസിൻ അല്ലെ, കറക്റ്റ് ടൈമില് കറക്റ്റ് ഡോസേജില് പേഷ്യൻസിന് നൽകുക. നെക്സ്റ്റ് പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യൻസിന് റൈറ്റ്സ് ഉണ്ടോ? ഹോസ്പിറ്റലിൽ റൈറ്റ്സ് ഉണ്ടോ? അവകാശങ്ങൾ ഉണ്ടോ? ഉണ്ട്. പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള കെയർ ലഭിക്കണം അല്ലെ, നല്ല സർവീസ് ലഭിക്കണം, സേഫ്റ്റി വേണം അല്ലെ. അവരെ പരാതികൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ചു കൊടുക്കണം അല്ലെ. കറക്റ്റ് ടൈം ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റൈറ്റ്സുകളും അവരുടെ എഡ്യൂക്കേഷൻ, അവർക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ച് അറിവ് വേണം അല്ലെ, കൊടുക്കണ്ടേ? നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും പഠിച്ചല്ലേ. മരുന്നുകളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെ എഡ്യൂക്കേഷൻ വേണം, വേണ്ടേ? അപ്പൊ പേഷ്യൻസിന്റെ റൈറ്റ്സുകളും അവരുടെ എഡ്യൂക്കേഷനും അവർക്ക് നല്ല രീതിയിൽ നൽകുക. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. എന്താണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക, വേണ്ടേ? ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്ന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന രോഗികൾക്ക് ഇൻഫെക്ഷൻ വരാൻ പാടുണ്ടോ? അതൊക്കെ അവരെ ഇതാണ് അല്ലെ, അവരെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ കൺട്രോൾ, HIC. ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ക്ലിയർ ആയോ? ഇതൊന്ന് നോക്കണം കേട്ടോ, അബ്രിവേഷൻ പോലെ കൊടുത്തിട്ടില്ലേ, അതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഓർഗനൈസേഷൻ കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി, പിന്നെന്താണ്? പേഷ്യൻസിന് നൽകുന്ന പരിചരണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സർവീസുകളിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിൽ എന്തെടുക്കുക? ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. അതാണ് PSQ. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടോ? ഹോസ്പിറ്റലിന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങള്? മാനേജ്മെന്റ് ഹോസ്പിറ്റലിന്റെ ഗുഡ് ഡോക്ടേഴ്സ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ, എക്യുപ്മെന്റ്സുകൾ അല്ലെ, നല്ല സ്റ്റാഫുകൾ, ഫെസിലിറ്റീസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അവര് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താണ്? മാനേജ്മെന്റ് ഫെസിലിറ്റീസ് അല്ലെ, അവർക്ക് പേഷ്യൻസിന് സർവീസുകൾ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ആൻഡ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM. നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ലേ ഒരു ചാപ്റ്റർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇല്ലേ? ക്ലാസ് എടുത്തു കഴിഞ്ഞാലേ കഴിഞ്ഞു. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഹോസ്പിറ്റലിൽ ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലെ. എന്താണ്? ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ മാർക്ക് ചെയ്യാൻ, പേഷ്യൻസിന്റെ എന്താണ് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കാനുണ്ട് കേട്ടോ. ഒരു ചാപ്റ്റർ 4th മൊഡ്യൂളില് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ കറക്റ്റ് രീതിയിൽ പ്രാവർത്തികമാക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ്. നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആവശ്യകതകളാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പൊ നമ്മ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് പല സർട്ടിഫിക്കറ്റ് വേണ്ടേ?
വേണോ? അല്ലെങ്കിൽ നമുക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണം, വേണ്ടേ? നമുക്ക് പല സർട്ടിഫിക്കറ്റും ഹാജരാക്കണ്ടേ? വേണോ? ചെറിയൊരു രീതിയിൽ പറയുന്നതാണ് കേട്ടോ, വേണ്ടേ? അതേപോലെ നാക്കിന്റെ അക്രീഡിയേഷൻ, ആ ഹോസ്പിറ്റലിന് നാക്കിന്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? പല ഡോക്യുമെന്റുകളും രേഖകളും നൽകണം. അത് എന്തൊക്കെയാണ് അവർ പ്രസന്റ് ചെയ്യേണ്ടത്? മാനുവൽ ക്വാളിറ്റി സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ് ക്വാളിറ്റി മാനുവൽ, സേഫ്റ്റി മാനുവൽ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവൽ. മാനുവൽ എന്ന് പറഞ്ഞാല് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ, നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ ഇൻസ്ട്രക്ഷനും നിർദ്ദേശങ്ങളും ഇൻഫോർമേഷൻസ് ഒക്കെ എഴുതി ചേർക്കുന്ന ഒരു ലഘു ഗ്രന്ഥത്തെയാണ് മാനുവൽ എന്ന് പറയുന്നത്. നമ്മ ഈ എന്തെങ്കിലും പുതിയ സാധനം, മൊബൈല് അതല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളൊക്കെ വാങ്ങുമ്പോ നമുക്ക് മാനുവൽ കിട്ടാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആരെന്തോന്നും പറയാത്തെ? അഖിൽ, കിട്ടാറുണ്ടോ? പുതിയ മൊബൈൽ വാങ്ങുകയാണ്, അതല്ലെങ്കിൽ നമ്മ വീട്ടിലേക്ക് എന്തെങ്കിലും മെഷീനറീസ് വാങ്ങുകയാണ്, കിട്ടാറുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെ? അല്ലെ? അതേപോലെ ഇവിടെ എന്താണ്? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മാനുവൽ ആണ്, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടാണ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി. അപ്പൊ എന്താണ്? അത് നല്ല രീതിയിൽ സേഫ്റ്റി നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ, നല്ല രീതിയിൽ എല്ലാവരും ക്വാളിറ്റിയുള്ള ഗുണനിലവാരം ഉറപ്പാക്കാൻ ഇവര് എന്തൊക്കെ നിർദ്ദേശങ്ങൾ, അല്ലെ, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് വേണം, എന്തൊക്കെ ഇൻഫോർമേഷൻ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു ലഘു ഗ്രന്ഥത്തെയാണ് മാനുവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് എന്തൊക്കെ വേണ്ടത്? ക്വാളിറ്റി മാനുവൽ. പറയാം മിസ്. ക്വാളിറ്റി മാനുവൽ, സേഫ്റ്റി മാനുവൽ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. അതായത് സേഫ്റ്റി മാനുവൽ, ക്വാളിറ്റി മാനുവൽ, ഇൻഫെക്ഷൻ, ഇത്രയും മാനുവൽ ആണ് വേണ്ടത്. ഇതിൽ എന്തൊക്കെയാണ്? ഈ പ്രവർത്തനങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ, ഹോസ്പിറ്റലിലെ സേഫ്റ്റി ഉറപ്പാക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ്, ഇൻഫോർമേഷൻസ് ഒക്കെ എഴുതി ചേർക്കുന്ന, എഴുതി ഇതാക്കുന്ന ഒരു ലഘു ഗ്രന്ഥത്തെയാണ് മാനുവൽ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങള് പ്രാവർത്തികമാക്കാൻ, നല്ല രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ ചെയ്യാൻ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ? അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെയും ഇൻഫോർമേഷൻസിനെയും എഴുതി തയ്യാറാക്കുന്ന ഒരു ലഘു ഗ്രന്ഥം. These three manuals must be assessed and revised every year. എന്താണ്? ഈ 3 മാനുവലും എപ്പോഴും മസ്റ്റ് ബി അസസ്ഡ്, എന്താണ്? നമ്മൾ മിക്കപ്പോഴും വിലയിരുത്തേണ്ടതും റിവൈസ് ചെയ്യണം. എവറി ഇയർ, ഓരോ വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യും. ഇപ്പൊ ചിലപ്പോ എന്താണ്? ഹോസ്പിറ്റലിൽ ഈ വർഷമുള്ള ഫെസിലിറ്റീസ് ആണോ അടുത്ത വർഷം ഉണ്ടാവുക? ആണോ? അല്ല, അല്ലെ? അവരെന്തുവരും? പുതിയ സർവീസുകൾ കൊണ്ടുവരും, അല്ലെ? അല്ലെങ്കിൽ പുതിയ ടെസ്റ്റുകൾ കൊണ്ടുവരും, അല്ലെ? അപ്ഗ്രേഡ് ചെയ്യുമല്ല, അപ്ഡേഷൻ നടത്തും, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ഈ മാനുവൽസ് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കമ്മിറ്റീസ്. ഏതൊക്കെ കമ്മിറ്റീസ് ആണ്? നമ്മൾ തന്നെ പഠിച്ചല്ലോ കുറച്ച് കമ്മിറ്റി. ഏതൊക്കെയാണോ എന്ന് പറഞ്ഞേ, ഓരോരുത്തരായിട്ട് പറ. നമ്മൾ തന്നെ പല കമ്മിറ്റീസും. HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, തെറാപ്യൂട്ടിക് കമ്മിറ്റി, ബാക്കി പറ. ഇതില് പഠിച്ചോ? ഡിസാസ്റ്റർ മാനേജ്മെന്റില് സേഫ്റ്റി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ഓക്കെ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്ററിൽ പഠിച്ചില്ലേ? കോഡ് ബ്ലൂ കമ്മിറ്റി. ഓക്കെ. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അല്ലെ? ഹോസ്പിറ്റൽ HAയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ
ഹോസ്പിറ്റലുകളിലുള്ള വേസ്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെ? അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, നെക്സ്റ്റ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഫെസിലിറ്റീസ് അല്ലെ, എല്ലാവുമായി ബന്ധപ്പെട്ട് ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ, എന്താണ് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് മരുന്നുകളുടെ പർച്ചേസ് ചെയ്യാൻ അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. കോഡ് ബ്ലൂ കമ്മിറ്റി, കോഡ് ബ്ലൂ പഠിച്ചല്ലേ നമ്മ AND ഇല്ലേ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി പഠിച്ചു, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പഠിച്ചു അല്ലെ, അപ്പൊ കോഡ് ബ്ലൂ കമ്മിറ്റി. നെക്സ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ. മെഡിക്കൽ റെക്കോർഡ് എടുത്തോ നിങ്ങൾക്ക്? ഹോസ്പിറ്റലില് ഒരുപാട് ടൈപ്പ് മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിവ്യൂ കമ്മിറ്റി. നെക്സ്റ്റ് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. എന്താണ്? ഹോസ്പിറ്റലിലെ അച്ചടക്കം. അച്ചടക്കം എന്ന് പറഞ്ഞാല് അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരെയും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയൊക്കെ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഗ്രീവൻസ് എന്ന് പറഞ്ഞാല് പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. എന്താണ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി? ജിയും എമ്മും കേട്ടില്ല? ജിയും എച്ചും. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ അച്ചടക്കം. ഹോസ്പിറ്റലിലെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയർ ആവാം, അവിടുത്തെ പ്രവർത്തനങ്ങളാവാം ഇല്ല. അപ്പൊ ഡിസിപ്ലിനറിയുമായി ബന്ധപ്പെട്ട് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ പരാതികൾ പരിഹരിക്കുക. അപ്പൊ എന്താണ്? അവിടുത്തെ പേഷ്യൻസിന് പരാതികൾ ഉണ്ടാവും അല്ലെ, നമ്മ പല ചാപ്റ്ററിലും പഠിച്ചില്ലേ, പരാതികൾ പരിഹരിക്കുക, ഗ്രീവൻസ് റിഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പേഷ്യൻസിന്റെ പരാതികൾ പരിഹരിക്കാനൊക്കെ ഉള്ള കമ്മിറ്റി. നെക്സ്റ്റ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈൻസ് എന്താണ്? കേട്ടിട്ടുണ്ടോ? ഇന്റേണൽ കംപ്ലൈൻസ് ഹോസ്പിറ്റലിന്റെ ഉള്ളില്. എന്താണ് ഹോസ്പിറ്റലില്? ഇത് ഹോസ്പിറ്റലില് മാത്രമല്ല വർക്ക് നടത്തുന്ന ഇപ്പൊ കമ്പനികളില് ഓഫീസുകളിലൊക്കെ ഉണ്ടാവും ഈ കമ്മിറ്റി, ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. കേട്ടിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്നവരാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ വർക്ക് പ്ലേസുകളിൽ അല്ലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മാനേജർ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ? സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറില്ലേ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെ, നമുക്ക് വേജസിന് വരാറുണ്ട് അല്ലെ, സെക്ഷൽ ഹറാസ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള പരാതികൾ കംപ്ലൈൻസുകൾ രജിസ്റ്റർ ചെയ്യാൻ അത് പരിഗണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. ക്ലിയർ ആയോ? ഇനി ആര് ചോദിച്ചാലും പറയാലോ. ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി വേർതിരിവ് ഉണ്ടാവും അല്ലെ, മെയില് ഫീമെയിൽ എന്നുള്ള വേർതിരിവ് ഉണ്ടാവും ഓഫീസുകളിൽ. വേജസിന്റെ കാര്യത്തിലായാലും അല്ലെ, വർക്കിന്റെ കാര്യങ്ങളിലായാലും. അപ്പൊ അങ്ങനെയുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ ഹരാസ്മെന്റുകളൊക്കെ സെക്ഷൽ ഹരാസ്മെന്റുകളൊക്കെ എന്തെങ്കിലും നമുക്ക് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. ക്ലിയർ ആയോ അത്ര കമ്മിറ്റി? ഓക്കെ. നെക്സ്റ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. എന്താണ്? നാബിന്റെ നിർബന്ധമായും നാബ് ചെക്ക് ചെയ്യുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 മാൻഡേറ്റഡ് ബൈ 32 നിർബന്ധമായ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ്. നമ്മ ഇനീഷ്യൽ അസസ്മെന്റ് പറഞ്ഞല്ലോ, പ്രാഥമിക വിലയിരുത്തൽ അല്ലെ. പ്രാഥമിക വിലയിരുത്തല് എന്താണ്? പ്രാഥമിക വിലയിരുത്തൽ നമ്മൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോ അല്ലെ
ഇനി ഇൻഡോർ പേഷ്യന്റ് സെക്ഷനിലൊക്കെ എന്ത് ചെയ്യും? ഈ രോഗം മുമ്പ് വന്നിട്ടുണ്ടോ അല്ലെ? തുടർച്ചയായി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതാണോ അല്ലെ? ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ എന്താണ്, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ അല്ലെ? അതിനൊരു പ്രാഥമിക വിലയിരുത്തൽ ചെയ്യില്ലേ നമ്മള്? അതിനെയാണ് ടൈം ടേക്കൺ. അതിന് എത്ര സമയം എടുത്തു? ഒരു പേഷ്യൻസിന് ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി എത്ര ടൈം എടുത്തു? നെക്സ്റ്റ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എന്താണ്? ഡിസ്ചാർജ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു? നെക്സ്റ്റ് ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസർ ആഫ്റ്റർ അഡ്മിഷൻ. അഡ്മിഷന് ശേഷം ഒരു പേഷ്യൻസിന് എന്താണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ ബെഡ് സോർ കേട്ടിട്ടുണ്ടോ? ബെഡ് സോറ് എന്ന് വെച്ചാല് നമ്മൾ കുറച്ച് നാള് ബെഡിലൊക്കെ കിടന്നു കഴിയുമ്പോ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവും, ഇൻഫെക്ഷൻ വരും അല്ലെ, പഴുക്കും, പൊട്ടൊക്കെ ചെയ്യില്ലേ? അതിനെയാണ് ബെഡ് സോർ അതാ അൾസേഴ്സ് എന്ന്, പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. നമ്മ ഇങ്ങനെ ബെഡുമ്പോ കുറെ നാളും കിടന്ന് നമുക്ക് ഇങ്ങനെ പ്രഷർ മർദ്ദം ഉപയോഗിച്ച് അല്ലെ ആ ബെഡിൽ നിന്നുള്ള ചൂട് തട്ടിയിട്ട് അല്ലെ നമുക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ആ അഡ്മിഷന് ശേഷം എത്ര പേഷ്യൻസിനെ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര ഇൻസിഡന്റുകൾ വന്നിട്ടുണ്ട് പ്രഷർ അൾസർ അങ്ങനത്തെ കേസുകള്. പിന്നെ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തിയുമ്പോ അതിൽ എത്ര എറർ, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോ അതിൽ എത്ര നമ്പർ എറർ, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്? ലാബുകളിലാണ് അല്ലെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അല്ലേ? ഏതാണ് ലാസ്റ്റ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിൽ എത്ര എറർ, തെറ്റ് സംഭവിക്കും? ലാബില് ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ, അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യില്ലേ? ടെസ്റ്റുകളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാണ് അല്ലെ, ഡയഗ്നോസിസ് ചെയ്യാനുള്ള അന്വേഷണമല്ലേ? അപ്പൊ അങ്ങനെ 1000 ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ 1000 ലാബ് ടെസ്റ്റില്, ലാബ് ടെസ്റ്റ് എന്നല്ല എന്താണ്, സ്കാനിങ് ആവാം, എക്സ്റേ ആവാം അല്ലെ, എന്നിട്ട് 1000 എക്സ്റേ ആവാം. ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൽ എത്ര എറർ സംഭവിച്ചിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്? നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസുകൾ നടത്തുമ്പോൾ അതിൽ എത്ര വേരിയേഷൻ, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്? നമ്മ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പറഞ്ഞില്ലേ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവര് ഡ്രിൽ വർക്കുകൾ നടത്തുന്നു അല്ലെ, മോക്ക് ഡ്രില്ലുകള് അല്ലേ? അതേപോലെ കോഡ് ബ്ലൂ ആയി ബന്ധപ്പെട്ട് മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മോക്ക് ഡ്രില്ലുകൾ നടത്തുമ്പോ എത്ര വേരിയേഷൻസ്, അവര് പറയുന്ന പ്രവർത്തനമല്ലാതെ എത്ര വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്? ട്രെയിനിങ്ങുകളാ, എത്ര വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അഡറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് രോഗനിർണയ സമയത്ത് സേഫ്റ്റി പ്രിക്കോഷൻസ് എത്ര സ്റ്റാഫുകള് ഉപയോഗിക്കുന്നുണ്ട്? നമുക്കറിയാം എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകരുതൽ എടുക്കുകയാണ് അല്ലെ? എന്തൊക്കെയാണ്? PPE കിറ്റുകൾ അല്ലെ, മാസ്കുകള്, ഗ്ലൗസുകള്, ഹാൻഡ് വാഷിംഗ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എത്ര പേര്, എത്ര സ്റ്റാഫുകള് ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റ് രീതിയിൽ? സ്പിൽ കിറ്റുകള്. ഓക്കെ, നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. നമ്മ ഈ ഡോക്ടേഴ്സ് മരുന്നുകൾ എഴുതുമ്പോൾ അവരെന്ത് ചെയ്യും? അബ്രിവിയേഷൻ യൂസ് ചെയ്യും അല്ലെ, സ്മോൾ ആക്കി എഴുതും. അപ്പൊ അതിൽ എത്ര എറർ സംഭവിച്ചിട്ടുണ്ട്? ഇപ്പൊ പാരസെറ്റാമോൾ ഒക്കെ അവരെന്ത് ചെയ്യും? ചെറുതാക്കി എഴുതും. അപ്പൊ അങ്ങനെയുള്ള അബ്രിവിയേഷൻ നടത്തുമ്പോ അതിൽ എത്ര തെറ്റ് മരുന്നുകൾ മാറ്റി കൊടുക്കുക അല്ലെ ഫാർമസിസ്റ്റുകൾക്ക്. ചിലപ്പോ ആ ഡോക്ടർ ചെയ്ത എന്താണ് അബ്രിവിയേഷൻ മനസ്സിലാക്കാറുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർ ചെയ്ത അബ്രിവിയേഷൻ മാറിയിട്ടോ അല്ലെ മരുന്നുകൾ മാറ്റി കൊടുക്കാലോ, കൊടുക്കോ?
അപ്പൊ അതിലെ അങ്ങനെ എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ പെർസെന്റേജ് കാണുന്നതില്ലേ, നിങ്ങൾക്ക് ഈ പെർസെന്റേജ് എന്ന് പറഞ്ഞ തന്നിട്ടില്ലേ, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് 4th മൊഡ്യൂളില്, അതിൽ പഠിക്കാനുണ്ട് ട്ടാ. ഈ 32 ഇത് ക്വാളിറ്റി കീ പെർഫോമൻസിന്റെ ഇക്വേഷൻസ്, പെർസെന്റേജ് കാണുന്ന ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ മിസ്സിന് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം ട്ടാ. ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട ട്ടാ, അതിന് മുഴുവനൊന്നും പഠിക്കണ്ട. ഇത് നോക്കാം. അബ്രിവിയേഷൻ, ഡോക്ടേഴ്സ് അബ്രിവിയേഷൻ, മെഡിക്കേഷനിൽ അബ്രിവിയേഷനിൽ, അതായത് ഇപ്പൊ ചിലപ്പോ ഫാർമസിസ്റ്റ് മരുന്ന് തരുന്ന സമയത്താവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെറ്റ് റോങ് ആയ രീതിയിൽ മനസ്സിലായിട്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ എത്ര എറർ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഇൻഫെക്ഷൻ ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ. നമുക്കിപ്പോ IPD അല്ലെ, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ എന്ത് വരാം, ചില പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകൾക്ക് എന്ത് വരാം, അലർജീസ് വരാലോ, റിയാക്ഷൻ സംഭവിക്കാം അല്ലെ. സംഭവിച്ചൂടെ, എന്തെങ്കിലും ആന്റിബയോട്ടിക്സുകൾ കൊടുക്കുമ്പോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കൊടുക്കുമ്പോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എത്ര പെർസെന്റേജ് ഉണ്ട് അങ്ങനെ നോക്കി. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യൻസിനെ അവിടെ നിന്ന് വിട്ടു, അതിനുശേഷം അവർക്ക് വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് തിരിച്ചു വരിക. ചിലപ്പോ എന്താണ് അവർ സർജറി ചെയ്തത് കറക്റ്റ് രീതിയിലാവില്ല, അതല്ലാണ്ട് ഇപ്പൊ നമ്മ ഇതിലൊക്കെ കാണിക്കാറില്ലേ, കോട്ടൺ വെച്ച് മറന്നു അല്ലെ, സിസർ വെച്ച് മറന്നു അല്ലെ, അതല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, പഴുത്തിട്ട് ആ സർജറി നടന്ന ഭാഗത്ത് പഴുപ്പ് വന്നിട്ട് വീണ്ടും വരാം അല്ലേ. അങ്ങനെയുള്ള എത്ര കേസുകൾ വന്നിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ് എന്ന് പറഞ്ഞാല് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയില്ലേ, എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് മിസ്സായി പോവാം, ഡെത്ത് ആവാം, എന്തെങ്കിലും ഇഞ്ചുറീസ് ആവാം, അതല്ലെങ്കിൽ ഇപ്പൊ മിസ് പറഞ്ഞുതരാം. ഇപ്പൊ ഫാർമസിയില് നമ്മ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോ അവിടുത്തെ ഫാർമസിസ്റ്റ് മരുന്ന് എടുത്തു തരാണ്, എടുത്തു തന്നിട്ട് നമുക്ക് തരാൻ പോകുന്ന സമയത്ത് ഫാർമസിസ്റ്റിന് മനസ്സിലാണ്, അവർ ക്രോസ് ചെക്ക് ചെയ്തൊക്കെ നോക്കുമല്ലോ, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് തരുന്ന ആളുകള് ഇല്ലേ, ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പഠിച്ച ആ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ മനസ്സിലാവുകയാണ് എന്താണ്, മരുന്ന് മാറിപ്പോയി. അപ്പൊ അവരെന്ത് ചെയ്യും, നമുക്ക് കറക്റ്റ് മെഡിസിൻ തരും അല്ലേ. ക്രോസ് ചെക്ക് ചെയ്യുമ്പോ അവർക്ക് മനസ്സിലായി മരുന്ന് മാറി എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, അവരെന്ത് ചെയ്യും, കറക്റ്റ് മരുന്ന് തരും. അങ്ങനെ നിയർ മിസ്, എന്താണ്, തലനാട്. പക്ഷെ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അല്ലേ, അപകടങ്ങൾ വരില്ലേ. അപ്പൊ അങ്ങനെയൊന്നും പറ്റാണ്ട് നമ്മൾ രക്ഷപ്പെടുക, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക. അതായത് ഒരു സർജറി സെക്ഷനില് ഡോക്ടർ നമുക്ക് റിസ്റ്റിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് ആ രോഗിനെ കിടത്തി കാണിട്ട് ഷോൾഡറിന് ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ ഡോക്ടർക്ക് മനസ്സിലായിട്ട് ആ ഡോക്ടർ തിരുത്തി കൊടുക്കാണ്. ഡോക്ടർക്ക് റിസ്റ്റിനല്ല ഷോൾഡറിനാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കൂലേ, അപ്പോഴെന്താണ്, ജസ്റ്റ് മിസ് ആവുകയാണ് അല്ലെ. അല്ലേ, ക്ലിയർ ആയോ, ക്ലിയർ ആയോ മിസ് പറഞ്ഞത്, നിയർ മിസ്സസ്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്. ചിലപ്പോ അത് രോഗിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് രോഗി ഇൻഫോം ചെയ്യാലോ ഹോസ്പിറ്റലിലേക്ക്, രോഗിയുടെ ശ്രദ്ധയിൽ പെടണോ, രോഗി കംപ്ലൈന്റ് കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അതിന്റെ പെർസെന്റേജ് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ. എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലാതെ മെഡിക്കൽ റെക്കോർഡുകൾ റിപ്പോർട്ട് ചെയ്യുക, എഴുതുക. ഓരോ പേഷ്യൻസിനെ കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ. അവർക്ക് കൊടുത്ത മെഡിസിനുകൾ, അവരെ എന്താണ് സോഷ്യൽ ഡാറ്റ ഒക്കെ
അപ്പൊ കറക്റ്റ് ഇംപെർഫെക്റ്റ് ആയിട്ട് ഇംപ്രോപ്പർ ആയിട്ട് തയ്യാറാക്കുക. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തല്ലോ. ഡിസ്ചാർജ് സമ്മറി അല്ല, എല്ലാം പെടും. മെഡിക്കൽ റെക്കോർഡാണ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ഡോണറുടെ കയ്യിൽ നിന്ന് ആര് വാങ്ങിക്കും? റെസിപ്പന്റ് അല്ലേ? ആ സമയത്ത് കറക്റ്റ് രീതിയിൽ ബ്ലഡ്, ഈ ഡോണറുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ റെസിപ്പിയന്റിന് അല്ലെ, സ്വീകരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരില്ലേ? ഇൻഫെക്ഷൻസ് വരാം അല്ലെ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, റിയാക്ഷൻ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ പെർസെന്റേജ് നോക്കും. ക്ലിയർ ആയോ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ക്ലിയർ ആയോ? Next, percentage of cases who received suitable prophylactic antibiotics within the specified time frame. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തിരുന്നിട്ട് ആന്റിബയോട്ടിക്സുകൾ തരും അല്ലെ. അതൊരു ടൈം ഫ്രെയിം ഇല്ലേ? 3 ദിവസം, 5 ദിവസം, 7 ദിവസം, അങ്ങനെയൊക്കെ അല്ലേ? ഒരു ടൈം ഫ്രെയിമിലല്ലേ നമുക്ക് തരുന്നത്. അപ്പൊ എന്താണ്? ആന്റിബയോട്ടിക്സുകള് നമുക്ക് ആ ടൈം ഫ്രെയിമിൽ കൊടുക്കാൻ സാധിച്ചോ? പേഷ്യൻസിന് കൊടുക്കാൻ സാധിച്ചോ? അതല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് റിക്കവർ ആയോ? അവർക്ക് എത്രത്തോളം ആന്റിബയോട്ടിക്സ് കൊണ്ട് ബെനിഫിറ്റ്സ് ലഭിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ആന്റിബയോട്ടിക്സുകള് കറക്റ്റ് ടൈം ഫ്രെയിമിൽ, ഓരോ ആന്റിബയോട്ടിക്സിനും ഒരു കോഴ്സ് ഉണ്ട് അല്ലെ, ആ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ കൊടുക്കാൻ സാധിച്ചോ? അതല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകൾ പേഷ്യൻസിന് കൊടുത്തിട്ട് അവർക്ക് കറക്റ്റ് റിക്കവറി ആയിട്ടുണ്ടോ? അതിന്റെ ആന്റിബയോട്ടിക്സിനെ പറയുന്നതാണ് കേട്ടോ, അതിനെ പറയുന്നതാണ്, അതാണ് പെർസെന്റേജ്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് സർജറീസ് വെയർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയേഴ്സ് to prevent hostile events like wrong site, wrong patients and wrong surgery have been adhered to. എന്താണ്? ചിലപ്പോ സർജറി മാറിപ്പോവാ അല്ലെ, വേറെ പേഷ്യൻസിൽ ചെയ്യാം, അതല്ലെങ്കിൽ വയറിന് സർജറി നടത്തേണ്ടടുത്ത് തലയ്ക്ക് ഹെഡിന് സർജറി ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറി മാറി ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്, റോങ് സർജറീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ്, സൈറ്റ് വേറെ സ്ഥലത്ത്, ഇപ്പൊ വയറിന് ചെയ്യുന്നിടത്ത് തലയ്ക്ക് ചെയ്യുക, സൈറ്റ് മാറുകയല്ലേ, വേറെ സ്ഥലത്താണ് അല്ലെ. നെക്സ്റ്റ്, മെഡിക്കേഷൻ എറർ റേറ്റ്. മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ മെഡിസിനിൽ എന്തെങ്കിലും തെറ്റുകൾ, മെഡിസിൻ മാറിക്കൊടുക്കില്ലേ, അങ്ങനെ മെഡിക്കേഷൻ എറർ റേറ്റ് എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജറി നടന്നിട്ട് ആ സൈറ്റിൽ ഇൻഫെക്ഷൻ ആയിട്ട് എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ്സ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ഐസിയുല് അഡ്മിറ്റ് ആക്കിയ രോഗികളിൽ എത്ര പേർക്ക് മരണം, ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് കേട്ടോ, എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. Next, return to the emergency department within 72 hours with similar presenting complaints. ഒരു പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ടിന് അല്ലെങ്കിൽ അബ്ഡോമിൻ പെയിൻ ആയിട്ട് കൊണ്ടുവന്നു 72 മണിക്കൂർ കഴിയുന്നതിന് എന്നിട്ട് അവരെന്താണ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട മെഡിസിൻ ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയച്ച് വീണ്ടും ആ സെയിം കാരണം കൊണ്ട് അവര് വരികയാണ്. 72 മണിക്കൂർ ആവുമ്പോഴേക്കും അവരെന്ത് വരാ? വീണ്ടും വരിക. ക്ലിയർ ആയോ? ഇപ്പൊ ഒരാള് അബ്ഡോമിൻ പെയിൻ ആയിട്ട് വന്നു, അപ്പൊ അവർക്ക് വേണ്ടി ഇഞ്ചക്ഷൻസ് കൊടുത്ത് മരുന്നുകളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം 72 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് വീണ്ടും ആ സെയിം കാരണം കൊണ്ട് തിരിച്ച് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. ഓക്കെ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും?
ഓക്കെ നെക്സ്റ്റ് catheter related urinary tract infection. നമ്മ യൂറിനറിയില് മൂത്രം പോകുന്നതിന് യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും കാത്തീറ്റേഴ്സ് എടുക്കും അല്ലെ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് അല്ലെങ്കിൽ ബ്ലാഡറിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും കത്തീറ്റർ കൊടുക്കും. അങ്ങനെയുള്ള കത്തീറ്റർ ഇതാക്കിയിട്ട് എത്ര പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ട് എത്ര പേർക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്താണ് രക്തപ്രവാഹത്തില് ഇൻഫെക്ഷൻസ് വന്ന കേസുകൾ എത്രയാണ് എന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വെയിൻസിലേക്ക് ഇഞ്ചക്ഷൻ തരുമല്ലോ ചില അസുഖങ്ങൾക്ക്, ചിലർക്ക് ട്രിപ്പ് ഇടും അല്ലെ, ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ IV ഒക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നടത്തുമ്പോ ഇൻഫെക്ഷൻ വരെ ആ പേഷ്യൻസിന്റെ രക്തപ്രവാഹത്തിലേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്ര പേർക്ക് അങ്ങനെ ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? ഓക്കെ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണമാണ്? നെക്സ്റ്റ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ്. ഹാൻഡ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് സ്കിൻ ടു സ്കിൻ മൈക്രോബ്സുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക അല്ലെ, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെ മൈക്രോബ്സുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഹാൻഡ് നല്ലോണം കഴുകണം എന്നല്ലേ, ഹാൻഡ് വാഷിങ്. ആ ഹാൻഡ് കൈകൾക്ക് ശുചിത്വമില്ലാതെ എത്ര കംപ്ലൈൻസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഹൈജീൻ ഇല്ലാതെ? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ് എന്ന് വെച്ചാല് സർജറീസ് നടത്തുന്ന ആ ടൈം റീഷെഡ്യൂൾ ചെയ്യുക. ഇപ്പൊ നമ്മളോട് പറയാണ് 24-ാം തീയതി വന്നിട്ട് സർജറി ചെയ്തു, എന്നിട്ട് നമ്മൾ ആ ഡേറ്റിന് ചെല്ലുമ്പോ പറയാണ് ഇന്ന് നടക്കില്ല, ഇന്ന് ഡോക്ടർ ലീവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസിന്റെ അഭാവമുണ്ട്, ഇനി നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്ന് പറയില്ലേ, റീഷെഡ്യൂൾ ചെയ്യില്ലേ? ചേഞ്ച് ചെയ്യാം. ഓക്കെ അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് എത്ര എണ്ണമുണ്ട് അതിന്റെ റേഷ്യോ നോക്കും. നെക്സ്റ്റ് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. നമ്മൾ പറഞ്ഞ എന്താണ്, ലബോറട്ടറിയില് ഒരാളുടെ ബ്ലഡ് ശേഖരിച്ച് അതിന്റെ റിസൾട്ട് കൊടുക്കുക അല്ലെ, ഇത്ര ടൈമിനുള്ളിൽ റിസൾട്ട് കൊടുക്കാന്നുണ്ടല്ലോ. അപ്പൊ നമ്മളോട് പറയല്ലേ 4 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം പഠിക്കുമെന്ന്. അപ്പൊ ആ ടേൺ അറൌണ്ട് ടൈം എത്ര പേരുടെ കറക്റ്റ് രീതിയിൽ എത്ര പേർക്ക് അത് റോങ് ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടുകള് ഇഷ്യൂസ് ബുദ്ധിമുട്ടുകൾ ആ ടേൺ അറൌണ്ട് ടൈമിന് കൊടുക്കാതെ എത്ര പേർക്ക് അതിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കറക്റ്റ് ടൈമിൽ കൊടുക്കാതെ. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഫോർ നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. നമ്മൾ ICU വാർഡുകൾ എടുത്തപ്പോ പഠിച്ചല്ലോ, പ്രൊപ്പോർഷൻ ഉണ്ട് അല്ലെ, റേഷ്യോ ഉണ്ട് 1:1 1:2 എന്നൊക്കെ പറഞ്ഞല്ലേ വാർഡിലൊക്കെ, ICUയില്. അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ടോ? നഴ്സിന്റെ പേഷ്യൻസിന്റെ പ്രൊപ്പോർഷൻ റേഷ്യോ കറക്റ്റ് ആണോ? നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ, ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് രോഗികൾ കൺസൾട്ടേഷന് വേണ്ടി ഡോക്ടർ കാണുന്നതിന് വേണ്ടി എത്ര ടൈം വേണ്ടി വന്നു? നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് ചെയ്യാനായിട്ട് അല്ലെ, രോഗനിർണയം എന്നാണ്. അതായത് ഇപ്പൊ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടാവാം, അല്ലെങ്കിൽ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് അതിന്റെ വിവരം പറയാനാവാം. അങ്ങനെ ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എത്ര ടൈം എടുത്തു? നെക്സ്റ്റ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എന്താണ് എമർജൻസി മെഡിസിനുകളുടെ സ്റ്റോക്ക് തീർന്നു പോകാം. നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ പഠിച്ചു അല്ലെ, എന്താണ് എമർജൻസി മെഡിസിനുകളുടെ സ്റ്റോക്ക് തീരാൻ പാടില്ല അല്ലെ, അത് കറക്റ്റ് അളവിൽ ഉണ്ടാവണമെന്ന്. അപ്പൊ എന്താണ് അങ്ങനെയൊന്നുമില്ലാണ്ട് സ്റ്റോക്ക് തീർന്നു പോകുക, അത് എത്ര എണ്ണം എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്? പേഷ്യന്റ് ഫോൾ റേറ്റ്, പേഷ്യൻസിന് വീഴ്ച ആഘാതങ്ങൾ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നമുക്ക് ആ നീഡിലില്ലേ കുത്തണ സൂചി, അതുമായി ബന്ധപ്പെട്ട് എത്ര ഇഞ്ചുറീസ് അപകടങ്ങൾ വന്നിട്ടുണ്ട്? ചിലപ്പോ എന്താണ്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവണം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ വരുന്ന കാര്യമാണെന്നൊന്ന് മനസ്സിലാകുക. ആ രീതിയിൽ കാണാപ്പാടെ ഒന്നും പഠിക്കണ്ട കേട്ടാ, മനസ്സിലാക്കി വെച്ചാൽ മതി.
ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്താണ്? നീഡിൽ കൊണ്ട് എത്ര ഇഞ്ചുറീസ് ചിലപ്പോ എന്താണ് ബ്ലഡ് എടുക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് ഇടുന്ന സമയത്താകാം. അപ്പൊ എത്ര ഇഞ്ചുറീസ് അപകടങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, suitable handovers during shift changes separate for doctors or nurses. നമ്മൾ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യില്ലേ? കൂടാതെ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് റെഫർ ചെയ്യൂ അല്ലെ? ഇപ്പൊ കാർഡിയാക് ഡോക്ടർ ആണെങ്കിൽ ചിലപ്പോ ഒരു ന്യൂറോക്ക് റെഫർ ചെയ്യും, അതല്ലെങ്കിൽ പൾമനോളജിസ്റ്റിനെ റെഫർ ചെയ്യും അല്ലെ? അപ്പൊ അത് കറക്റ്റ് രീതിയിലല്ലാതെ അല്ലെ, അവിടെ എന്താണ് കറക്റ്റ് ആ ഡോക്ടർ അടുത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ കറക്റ്റ് നേഴ്സിനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ, കൈമാറണ്ടേ? അങ്ങനെയൊന്നുമില്ലാതെ എത്ര കംപ്ലൈന്റ്സുകൾ രജിസ്റ്റർ ചെയ്ത്, എത്ര എണ്ണം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, കംപ്ലൈന്റ്സ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ചീട്ടില് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാ അല്ലെ? ഡോക്ടർ എന്താണ് നമ്മൾ സാധാരണ എങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ കാണുന്നത്? സ്മോൾ ലെറ്ററിലൊക്കെ എഴുതിയിട്ടല്ലേ? അല്ലെ? അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ എഴുതി മനസ്സിലാവാതെ എത്ര കംപ്ലൈന്റ്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ചിലപ്പോ എന്താണ് ഫാർമസിസ്റ്റിന് മനസ്സിലാകാതെ ആവാം അല്ലെ? അപ്പൊ എത്ര കംപ്ലൈന്റ്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇന്നത്തെ ഭാഗം ക്ലിയർ ആയോ? എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. താങ്ക് യു മാം.